ചേച്ചി അമ്മയ്ക്ക് വയ്യല്ലോ ലോട്ടറി എഴുതുന്നത്. ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തയാ. ഇത് വേറെ ഗുളികയാ. ഇന്നലെ 5 എണ്ണം കഴിച്ചു. ഇന്ന് നീ എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണിയൊക്കെ അറിയാം. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തും. ആരെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് പപ്പയില്ല, അമ്മ മാത്രമേ എനിക്ക് പോകുള്ളൂ. എന്റെ അമ്മ നഷ്ടമായിട്ട് എനിക്ക് വേറെ ആരില്ല. അവന്റെ പേര് എബിൻ എന്നാണ് അല്ലേ? മോനെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവന്റെ കയ്യിൽ കുറെ ലോട്ടറി ഉണ്ട്. കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറെ നാളുകളായി കിടപ്പിലാണ്. ചികിത്സിക്കാൻ പൈസയില്ല. അമ്മയാണല്ലേ അതൊരു വയറ്റിൽ മുഴയാണ്. എനിക്ക് ചെന്നൈ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രിയൊന്നും എടുക്കുന്നില്ലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അവരെ പുഷ്പഗിരിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ ന്യൂമോണിയ വന്നായിരുന്നു. ഇപ്പൊ അതിനുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ ഇരിക്കും. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത്രയും പുണ്യം കിട്ടും. അറിയോ? ആ കയ്യിലെന്താ ലോട്ടറി ഒക്കെ ആണല്ലോ. ലോട്ടറി വിൽപ്പനയാണോ? ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു, ഭയങ്കര തരംഗമായിട്ട്. അപ്പൊ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നേലും വലിയ കച്ചവടക്കാരൻ 7ാം ക്ലാസ്സില്. ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്യുന്നത്. കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു. അന്നത്തെ റെക്കോർഡ് അതായിരുന്നു. ഇതിപ്പോ 7ാം ക്ലാസ്സിൽ കച്ചവടം. എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞല്ലോ. എങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ? എന്തായാലും സമ്മതിച്ചു. എനിക്ക് കണ്ടപ്പോ അതിൽ വിഷമം തോന്നി, അഭിമാനം തോന്നി. കാരണം പപ്പ ഉപേക്ഷിച്ചു പോയി. പിന്നെ അമ്മയുടെ വയറ്റില് മുഴ, സുഖമില്ല. 7ാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു. അമ്മയോടുള്ള ആ സ്നേഹം, അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ. എത്ര പേര് അമ്മയെ ഉപേക്ഷിക്കുന്നു, കൊല ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എല്ലാം നന്നായി വരട്ടെ കേട്ടോ. പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? ആണോ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ, എന്നെ പോലെയാണ്. നന്നായി പഠിക്കണേ. കച്ചവടം സൈഡിൽ കൂടെ നടന്നോട്ടെ. അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണമെന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപ തരട്ടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? അപ്പൊ ഈ 5 ലക്ഷം കിട്ടിയാൽ ലോട്ടറി കച്ചവടം നിർത്തോ? അമ്മയുടെ ചികിത്സ കഴിഞ്ഞാൽ ലോട്ടറി കച്ചവടം നിർത്തോ? ആ നിർത്തരുത്, കച്ചവടം നിർത്തരുത് കേട്ടോ. പഠിപ്പും കച്ചവടം നടന്നോട്ടെ. എന്താവാനാ ആഗ്രഹം പഠിച്ചിട്ട്? ആർമി? വെടിവെക്കാനാണോ? ആഹാ. തോക്കൊക്കെ ഇഷ്ടാണോ? എനിക്കും അതെ. പിന്നെ ആരുള്ള വീട്ടില്? അമ്മ, പിന്നെ ആരുള്ള? അനിയത്തി ഉണ്ട്. എത്രാം ക്ലാസ്സിലാ? 5ല്. എബിൻ നല്ല ലുക്കാണല്ലോ, ഒരു മോഡൽ ലുക്കൊക്കെ ഉണ്ടല്ലോ. സിനിമാ നടനാവോ വലുതാവുമ്പോ? വേറെന്താ വിശേഷം? എന്നോട് എന്താ പറയാനുള്ളേ? ആ ഓപ്പറേഷൻ നടത്താൻ നമുക്ക്, ഒന്നും പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ പറ്റിങ്ങ കാണാം അതില് വരുമ്പോ കേട്ടോ. ഞാനിപ്പോ ഈ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പൊ പഠിക്കണം, മാർക്കൊക്കെ തന്നെ അറിയിക്കണം എല്ലാ വർഷം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ.